മനുഷ്യ നാളെ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ പടച്ചവനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കുകയില്ലല്ലോ. അല്ലാഹു തീരുമാനിച്ചതുപോലെയാണ്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെയാണ് സർവ്വ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നാളെ ഞാൻ ഉറപ്പായിട്ട് തരാം, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാ എന്ന് പറയണമെങ്കിൽ നാളെ ഞാൻ ഉണ്ടാകണമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടാകണം. ആ ഉറപ്പ് നമുക്കില്ലല്ലോ, ലോകത്തൊരു മനുഷ്യനും ആ ഉറപ്പില്ലല്ലോ. കാരണം അല്ലാഹുവാണ് പറയുന്നത്, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ, ആ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനം നിങ്ങൾ എടുത്തു നോക്ക്. അല്ലാഹു പറയുകയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. എന്തിനാണ് ഇൻഷാ അല്ലാഹ് ചേർക്കേണ്ടത്? എന്തിനാണ് ഇൻഷാ അല്ലാഹ് പറയേണ്ടത്? അതിന്റെ കാരണം എന്തെന്നറിയുമോ? എടാ, നാളെ നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ നമുക്കാർക്കും അതിന് കഴിയില്ലല്ലോ. നാളെ ഉണ്ടാകണമെന്നില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹ് പറയുന്നു 5 രഹസ്യങ്ങളുണ്ട്, 5 രഹസ്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ, അള്ളാഹിക്ക് മാത്രം അറിയുന്ന 5 രഹസ്യങ്ങൾ ഏതാ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഈ 5 കാര്യങ്ങൾ പ്രവചിക്കാൻ ഒരു മന്ത്രവാദിക്ക് കഴിയില്ല. ഒരാൾക്കും ഈ പ്രപഞ്ചത്തിൽ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന ഒരു ശക്തിയാകട്ടെ, ഒരാൾക്കും പ്രവചിക്കാൻ കഴിയുകയില്ല. ഈ 5 കാര്യങ്ങൾ രഹസ്യമാ. ആർക്കറിയുന്ന രഹസ്യമാണ്? ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും റബ്ബിനറിയുന്ന രഹസ്യമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. 5 കാര്യങ്ങൾ അല്ലാഹുവിനെ അറിയത്തുള്ളൂ, ലോകത്തൊരു ശക്തിക്കും അറിയില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. 2020-ലോ 2021-ലോ ലോകം അവസാനിക്കുമെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ആ പറഞ്ഞ മനുഷ്യൻ കൊറോണയായിരിക്കും ഉദ്ദേശിച്ചത്. 2020 ആകുമ്പോഴത്തേക്ക് ലോകം തകരുമെന്നല്ലേ ആരോ പ്രവചിച്ചത്? എന്തേ പ്രവചിച്ചിട്ട് പൊട്ടാഞ്ഞ്? ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ലോകം അവസാനിക്കുന്നത് എന്നാണെന്ന് ആർക്കേ അറിയൂ? 2021-ലാണോ, 2051-ലാണോ, ഇനി 3000-ലാണോ, 5000-ലാണോ? ആർക്കറിയത്തുള്ളൂ, ആർക്കറിയത്തുള്ളൂ? ഏതെങ്കിലും നബിമാർക്കറിയോ? ഏതെങ്കിലും ഔലിയാക്കന്മാർക്കറിയോ? ആർക്കെങ്കിലും ഉസ്താദ്മാർക്കറിയോ? മന്ത്രവാദിക്കറിയോ? ആർക്കേ അറിയൂ? അല്ലാഹ്. നമുക്കെന്ത് പറയാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അടയാളം പറയാനേ നമുക്ക് പറ്റൂ. അടയാളം, ഏതടയാളം? വെള്ളിയാഴ്ച ദിവസം ലോകം അവസാനിക്കണം. ലോകം അവസാനിക്കുന്നെന്നാ വെള്ളിയാഴ്ച ദിവസം, അതല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച വരുമ്പോൾ മനുഷ്യനല്ലാതെ, മനുഷ്യനും ജിന്നുകളുമല്ലാതെ സർവ്വചരാചരങ്ങളും വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോൾ പേടിച്ചുകൊണ്ടാണ് എഴുന്നേക്കുന്നേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്തേ? വെള്ളിയാഴ്ചയല്ലേ ലോകം അവസാനിക്കുന്നത്. അപ്പൊ ലോക അവസാനത്തിന്റെ അടയാളങ്ങൾ പറയാനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന വെള്ളിയാഴ്ച, ഇന്ന മാസം എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ വയുനസ്സിലുൽ ഗൈസ. ഇപ്പൊ മഴ പെയ്യോ? 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 പറയാൻ പറ്റുമോ? കാലാവസ്ഥ എന്താ പറയും? പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കൊടുങ്കാറ്റ് വരുന്നു, ഇപ്പൊ വരും, 2 മണിക്ക് വരും, 3 മണിക്ക് വരും, 4 മണിക്ക് വരും, വരത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഴ പെയ്യാൻ, എന്താണ് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഇല്ല, എല്ലാവരും സൂക്ഷിക്കുമെന്ന് പറയാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ പെയ്യുമെന്ന് പറയാൻ പറ്റുമോ? നല്ല വെയിൽ റോഡിൽ നിൽക്കുമ്പോൾ കാണാൻ പടച്ചോനെ മഴ പെയ്യും. എടാ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഞാൻ 2 ദിവസം തൃപ്പനച്ചി ഉസ്താദിന്റെ മക്കാമി വഴുതിന് പോയി. റഹ്മാനായ അല്ലാഹ്, വഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് കഴിയുമ്പോൾ എന്തോ മഴ. നമ്മളെ ചിന്തിക്കുക മഴയെന്ന് പറഞ്ഞതാ, ചിലപ്പോ നല്ല വെയിലായിരിക്കും, ഒറ്റ പെയ്ത്ത്, പക്ഷെ അവിടെ കാണത്തില്ല. എവിടെ? കവലയിൽ. അതാണ് അല്ലാഹ് റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കണത് ഇങ്ങനെ ചെറുതായിട്ട്. ചില സ്ഥലങ്ങളിൽ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാണാം പെട്ടെന്ന് മഴ, അപ്പുറത്ത് പോകുമ്പോൾ ഒന്നുമില്ല. നമുക്ക് ലൈവായിട്ട് കാണാം റോഡ് നനഞ്ഞു കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴ എപ്പോ പെയ്യും ആരേ പറയത്തുള്ളൂ? ആർക്കേ അറിയത്തുള്ളൂ? അല്ലാഹുവിനെ അറിയൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മാടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഉമ്മാടെ വയറ്റിൽ കിടക്കുന്ന ഒരു പെണ്ണിന്റെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. എത്ര മാസം കഴിഞ്ഞാ?
സ്കാൻ ചെയ്യണം 3 മാസം. അതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞു തരുമോ? കുഞ്ഞിന് കൈയുണ്ടെന്നോ, കാലുണ്ടെന്നോ, ഹാർട്ടുണ്ടെന്നോ, കിഡ്നി ഉണ്ടെന്നോ പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല. ആർക്കറിയാം? അല്ലാഹ്ക്കറിയാം. 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ ഡോക്ടർക്ക്. അതിനു മുമ്പ് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് പറയാനേ അറിയത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4 നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ലോകത്താരെങ്കിലും കൊണ്ട് പറ്റുമോ? ഇല്ല. അതാ അല്ലാഹ് പറഞ്ഞത്, ഒമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പറഞ്ഞത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വെറുതെ ഇല്ല പറഞ്ഞത്. നാളെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെ ഇല്ല. നാളത്തെ പോട്ടെ, ഇന്ന് ഇവിടുന്ന് തീരുപോയി നിൽക്കണം. ഞാൻ ഇന്ന് ഒരു മൊബൈലിൽ എറണാകുളത്തെങ്ങാണ്ട ഒരു ജിമ്മിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു വീഡിയോ കണ്ട്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ സ്റ്റെപ്പിൽ വന്നിരിക്കുന്നുണ്ട്, നെഞ്ചുവേദന, ഇങ്ങനെ നെക്കി കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു, എഴുന്നേറ്റു, പിന്നെയും പോയിരുന്നു, നിൽക്കുന്നുണ്ട്, 5 മിനിറ്റ് സ്റ്റെപ്പ് ചെയ്ത് താഴെ വീണു. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അതാ പറഞ്ഞത്, ഒരൊറ്റ നിമിഷം കൊണ്ട് തീർന്നു പോയില്ലേ. ഈ ഫുട്ബോൾ കളി നടക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഒരു കുട്ടി ഇങ്ങനെ ഒരുത്തന്റെ ചുമലിൽ ഇങ്ങനെ ചാരിയിരിക്കുക. കൂട്ടുകാരിങ്ങനെ ചെരുപ്പ് ഷൂസ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂടെ കളിക്കുന്ന ഒരു പയ്യൻ ഇങ്ങനെ തോളി ചാരിയിരുന്നു. അപ്പം ഇവൻ ഇങ്ങനെ കുറച്ചു നേരമായിട്ട് ചാരിയിരിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ പിടിച്ച് തെള്ളുക. സത്യത്തിൽ ഓ മരിച്ചിരിക്കുക, അറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യന്റെ മരണം ഇതാ, അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ വെച്ച് ഏത് രീതിയിലാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ ആയുസ് അത്രയേ ഉള്ളൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ വിടെന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ മനുഷ്യർ. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ രാവിലെ 9 മണിയായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സുണ്ട്, അസ്ലം എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പൊന്നുമോൻ, വീടിന്റെ ഫാൻ ശരിയാക്കിയതാ. വീട്ടിലെ ഫാൻ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ടടിച്ചു, വീണു, മരിച്ചു. 20 വയസ്സേ ഉള്ളൂ. വീട്ടിലെ ഫാൻ ശരിയാക്കിക്കൊണ്ടിരുന്നതാ. പാപ്പ ഗൾഫിലാ, ദുബൈയില്. എന്ന് വന്നു മകൻ മരിച്ച വാർത്ത അറിയാതെ പെട്ടെന്ന് വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഖബറടക്കിയ ആ ചെറുപ്പക്കാരൻ അല്ലാഹു അസ്ലമിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം ഇത്രയേ ഉള്ളൂ. ഡെൻവർ എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന്റെ കുടുംബത്തിലെ ഒരു സഹോദരന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹു പറയുന്നു, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. അല്ലാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. 5-ാമത്തെ കാര്യം എന്താ? എവിടെ വെച്ച് മരിക്കും? വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. എപ്പോ, എവിടെ വെച്ച് മരിക്കും, എവിടെ കബറടക്കും, അല്ലാഹുവിന് അറിയുന്ന രഹസ്യം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ എവിടെ വെച്ചാ മരിക്കണേ? എവിടെ വെച്ചാ? പള്ളിക്കകത്ത, വീട്ടില, ബാത്റൂമില, നടുറോഡില, വണ്ടിക്കകത്ത, ഹോസ്പിറ്റലില, ഐസിയുവില, അല്ലാഹു ആലം. മക്കത്ത, മദീനത്ത, എവിടെ അറിയാൻ പറ്റുമോ? അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എവിടെ കബറടക്കും? പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിലാണോ? അല്ലാഹു ആലം. ചിലപ്പോൾ മദീനത്തായിരിക്കും, ജന്നത്തിൽ ബഖീയിൽ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, എവിടെയാണ് ഖബർ? അത് അല്ലാഹുവിന് അറിയുന്ന രഹസ്യങ്ങളാ മരണം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, നീ എന്ത് കാര്യം പറയാൻ ഉദ്ദേശിക്കുമ്പോഴും നാളെ ചെയ്യാമെന്ന് പറഞ്ഞൊരു കാര്യം മാറ്റിവെക്കുമ്പോൾ നീ പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് പറയേണ്ടതിന്റെ പ്രാധാന്യം അറിയാൻ എന്തിനാ ഇൻഷാ അല്ലാഹ് പറയുന്നത്? അത് പറയുന്നതിന്റെ പ്രാധാന്യം എന്താണ്? പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പഠിച്ചൂടെ? ബോറടിച്ചു തുടങ്ങിയോ? ഇൻഷാ അല്ലാഹ് പഠിച്ചോ. എന്തിനാ പറയണേ? ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ, അത് പറയുന്നത് കൊണ്ടുള്ള നേട്ടമെന്താ? അത് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടമെന്താ? ഒരെണ്ണം എന്താ പഠിച്ചേ? 1-ാമത്തെ അറിവെന്താ പഠിച്ചത്? സുബ്ഹാനല്ലാഹ്. പറ സലാത്ത് സല്ലല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പറയാമെന്ന് പറഞ്ഞൊരു ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വഹി കുറച്ച് നാളത്തേക്ക് നിന്നു എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിനൊരു തടസ്സം. അള്ളാഹു കാക്കുമാറാകട്ടെ. ബന്ധത്തിന് പോലും തടസ്സം വന്നു. അപ്പൊ മനസ്സിലാക്കേണ്ട 1-ാമത്തെ കാര്യം, നാളത്തെ കാര്യത്തിന്റെ തീരുമാനം അല്ലാഹ്ക്ക, നമുക്കല്ല. അതുകൊണ്ട് നീ ഇൻഷാ അല്ലാഹ് പറയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال سليمان بن داود عليه السلام لا توفن ليلة ب100 امرأة تلد كل امرأة غلام يقاتل في سبيل الله
فقال له الملك قل إن شاء الله فلم يكن ونسيا فأطاف بهن ولم تلد منهم إلا امرأة نصف إنسان. قال النبي صلى الله عليه وسلم لو قال إن شاء الله لم يحنس وكان أرجى لسحاء. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ സുലൈമാൻ ഇബ്നു ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. സർവ്വതും എല്ലാം ഭരിച്ച ആളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അതാണ് ഉറുമ്പിന്റെ കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉറുമ്പിന്റെ സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കേൾക്കാമായിരുന്നു. കാറ്റ് അധീനതപ്പെടുത്തു, ജിന്ന് എല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക് അല്ലാഹു കൊടുത്തു. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ അവിടെ ഒരു രാത്രിയിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, 70 ഭാര്യമാരെ ഞാൻ ഇന്ന് സന്ദർശിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് രാത്രി 70 ഭാര്യമാരെ ഞാൻ ഇന്ന് സന്ദർശിക്കും. അവർ ഓരോ സ്ത്രീയും, അവിടെ നിന്ന് പറയുന്ന അവർ ഓരോ സ്ത്രീയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന കുതിരപ്പടയാളികളെ പ്രസവിക്കുന്നതാണ് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നത്തെ രാത്രി 70 ഭാര്യമാരുടെ അടുക്കൽ ഞാൻ പോകും. 70 ഭാര്യമാരുടെ അടുക്കൽ പോകും. ആ ഭാര്യമാരെല്ലാവരും ആൺകുഞ്ഞുങ്ങളെ പ്രസവിക്കും. അവർ മുഴുവനും ഞാൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിടുമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് മലക്കാണെന്ന ചരിത്രം പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നത്തെ രാത്രിയിൽ 70 ഭാര്യമാരുടെ അടുക്കൽ ഞാൻ പോകും. 70 ഭാര്യമാർ, ഇത് കേൾക്കുമ്പോ കണ്ണുതള്ളിയിരിക്കണ്ട. അവിടെ 70 ഭാര്യമാരോ, അത് അന്നത്തെ, ഇന്ന് 4 വരെ പറ്റത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 70 ഭാര്യമാരുടെ അടുക്കൽ ഞാൻ പോകും. അവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും എനിക്ക് ആൺകുഞ്ഞുങ്ങൾ ജനിക്കും. അവരെ മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഷഹീദാകുന്നതിന് വേണ്ടി ഞാൻ വിടും എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അതാ മനസ്സിലാക്കണ്ടേ. കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുലൈമാൻ നബി അലൈഹിസ്സലാം അത് പറഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാവരും ആൺകുഞ്ഞിനെ പ്രസവിക്കുമായിരുന്നു. ആ ഒരൊറ്റ ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ ആ 70 പെണ്ണുങ്ങളും 70 ആൺകുട്ടികളെ പ്രസവിക്കുമായിരുന്നു. പക്ഷേ ആ ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ ഒരാൾ മാത്രമേ പ്രസവിച്ചു എന്ന്, ഒരാൾ പ്രസവിക്കുകയും ആ കുഞ്ഞ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവിടെ നിന്ന് പോരാടി ഷഹീദാവുകയും ചെയ്തു എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. ഇമാം ബുഖാരിയിൽ കാണാം ഈ ഹദീസ്, വെറുതെ പറഞ്ഞതല്ല. ഒരൊറ്റ ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോൾ അവസ്ഥ ആലോചിക്കേ. ആ ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ ഖാല ഇൻഷാ അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാമും കൂടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ ആ 70 പെണ്ണുങ്ങളും 70 ആൺമക്കളെ പ്രസവിച്ചു. അവർ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാകുമായിരുന്നു. പറയാതെ വന്നപ്പോൾ അല്ലാഹ് ഒന്നിനെ കൊടുത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നമുക്ക് പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം, ഇൻഷാ അല്ലാഹ് ഏത് കാര്യത്തിനും പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. പറയാതെ വരുമ്പോ ആ സഹായം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. പറ ഇൻഷാ അല്ലാഹ്. ഒരു ഇൻഷാ അല്ലാഹ് എന്ത് കാര്യത്തിനും എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് പറയണം. പറഞ്ഞാൽ എന്ത് കിട്ടും? അള്ളാഹുവിന്റെ സഹായം കിട്ടും. ഇല്ലെങ്കിൽ പോയി. കിട്ടിയാ കിട്ടി, എൻ്റെ മാവിൽ എറിയുന്ന പോലെ. കിട്ടിയാ കിട്ടി, ഇല്ല. ഒരു പണ്ട് പയ്യൻ പറഞ്ഞു, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവത്തില്ല. ഒരു പയ്യനെ ലൈവ് ഇട്ടിട്ട് എന്തോ ഒന്ന് ഉണ്ടാക്കുന്ന വെച്ചിട്ട് അവസാനം പാടിപ്പോയി പോകാൻ പറഞ്ഞു, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവത്തില്ല. ഇത്രയേ ഉള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത ഹദീസ് ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നോക്ക്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم إن يأجوج ومأجوج يحفرون كل يوم حتى إذا قادوا يرون شعاع الشمس قال الذي عليهم ارجعوا فسنحفر غدا فيعيد الله
الله أشد ما كان حتى إذا بلغت مدتهم وأدرك الله أن يبعثهم على الناس حفروا حتى إذا كادوا يرون شعاع الشمس قال الذين عليهم ارجعوا فتستغفرونه غدا إن شاء الله تعالى. മഹാനായ നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഹദീസ് പൂർണ്ണമായി പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല, ഇതൊക്കെ ഉണ്ടോ എന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഹദീസ് പരിപൂർണമായി ഇബ്നു മാജയിലെ ഹദീസ് കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, കേട്ടിട്ടുണ്ടോ? യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം സൂറത്തുൽ കഹ്ഫ് എടുത്ത് നോക്കിയാൽ കാണാം. അതിനകത്തുണ്ട് ഇന്ന യഅജൂജ സൂറത്തുൽ കഹ്ഫിലുണ്ട്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം ലോക അവസാനത്തിന്റെ മുന്നോടിയായിട്ട് അവർ വരും. അവരിന്നും ജീവിച്ചിരിപ്പുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ 3 മക്കൾ, ആ മക്കളിലെ ഒരു മകന്റെ തലമുറയാണെന്ന് പറയുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ, ആ മക്കൾ 3 മക്കളാണുള്ളത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് 3 മക്കളുണ്ട്. ആ 3 മക്കളുടെ ഒരു മകന്റെ തലമുറയിലാണ്. അവിടെ നിന്ന് പറയുന്നു അന്ന റസൂലുള്ളാഹി ഇമാം അഹ്മദ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വലദു നൂഹുൻ സലാസ സാമുൻ അബുൽ അറബ് വഹാമുൻ അബു സുദാൻ വബായിസുൻ അബു തുർക്കികൾ ആ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് പറയുന്നത്. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയോ അടച്ചിട്ടിരിക്കുകയാണ്. തുർക്കിയിലൊക്കെ നമ്മൾ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അത് വേറെ വിഷയങ്ങളാണ്. കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അവരിങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ലോക അവസാനത്തിന്റെ സമയമാകുമ്പോൾ, ലോക അവസാനിക്കുന്നതിന്റെ അടയാളങ്ങൾപ്പെട്ടതായി ഇവർ വരും. നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടം വരുമ്പോഴാ വേറൊരുത്തം വരത്തില്ലേ, ദജ്ജാൽ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ആ വിഭാഗമൊക്കെ വരുമ്പോൾ യഅജൂജ് മഅജൂജ് ഒരുപാട് തെളിവുകൾ വന്നിട്ടാണ് ലോകാവസാനം വരുന്നത്. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പെട്ടതാ ദജ്ജാൽ വരും. വലത് കയ്യിൽ സ്വർഗം, ഇടത് കയ്യിൽ നരകം. അല്ലാഹുവൻ എന്തുകൊണ്ട് അവന്റെ ശർറിൽ നിന്ന് കാക്കാൻ വേണ്ടി അത്തഹിയ്യാത്തി ദുആ ചെയ്യണേ? അത്തഹിയ്യാത്തിനകത്ത് നമ്മൾ ദുആ ചെയ്യുന്നു അവന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം എന്തെന്നറിയോ? അവന്റെ വലത് കയ്യിൽ സ്വർഗം, ഇടത് കയ്യിൽ നരകം. ഖബറിന്റെ അകത്ത് വന്നിട്ട് എഴുന്നേക്കട സിറാജ് എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തി കാണിക്കും. ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യനെ വിളിച്ചുണർത്തി കാണിക്കും. അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളൊക്കെ വിചാരിക്കും, നമ്മൾ വിചാരിക്കും ഉസ്താദ് അവൻ വരുന്നതിന് മുമ്പേ നമ്മൾ പോത്തില്ലേ അല്ലേ? അവൻ വരുന്നതിന് മുമ്പ് എന്താണ് പോത്തില്ലേ? അവൻ വരുന്നതിന് മുമ്പ് നമ്മൾ പോകും. പിന്നെന്തിനാ നമ്മൾ പേടിക്കണമെന്ന് ചിന്തിക്കുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ദുആ ചെയ്തു അത്തഹിയ്യാത്തിൽ, പടച്ചവനെ ദജ്ജാലിന്റെ ശർറിൽ നിന്ന് കാക്കണേന്. കാരണം എന്തെന്നറിയോ? ഖബറിൽ കിടക്കണവനെ ചിലപ്പം വിളിച്ചോണ്ടിട്ട് അവൻ ചോദിക്കും, ഞാനാ റബ്ബ് പറയാൻ. ഖബറിൽ കിടക്കുന്നവനെ, ദുനിയാവി ജീവിച്ചിരിക്കുന്നവരെ പോകട്ടെ, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനി വന്നിട്ട് ഇങ്ങനെ വിളിക്കും, ഷാജി എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കിയിട്ട് സ്വർഗവും നരകം കാണിച്ചിട്ട് ഞാനാ റബ്ബെന്ന് പറഞ്ഞാൽ അല്ലാഹു കാക്കുമാറാകട്ടെ. അതാ അവന്റെ ഷർ അത്രയും ഷർറാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിലാണ് യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഈ വിഭാഗമൊക്കെ വരുന്നത്. അപ്പൊ ചരിത്രം പറയുകയാ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യഅജൂജും മഅജൂജും എല്ലാ ദിവസവും അവർ പടച്ചവനെ ഒരു തുരങ്കം, ഇവരെ ഒരു അണക്കെട്ട് പോലെ എന്തോ ഒന്നിനകത്ത് അല്ലാഹു അടച്ചിട്ടിരിക്കുകയാണ്. ഇവരെന്ത് ചെയ്യും? എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്തിറക്കാൻ വേണ്ടി ഇങ്ങനെ തുരക്കും. എങ്ങനെങ്കിലും ഇപ്പൊ ജയിലിൽ നിന്നൊക്കെ 2-3 ദിവസം മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു, ഇസ്രയേലിന്റെ ജയിലിനകത്ത് നിന്ന് 6 സഹോദരങ്ങൾ, ജയിൽ പുള്ളികൾ കുഴിയെടുത്തിട്ട് രക്ഷപ്പെട്ടു. എവിടുന്ന? ഏറ്റവും വലിയ എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് അവർക്കുള്ളത്, അതിനകത്തുനിന്ന് പോയി. ആലോചിച്ച് നോക്കിയേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഇതിനകത്തുനിന്ന് ഈ അടച്ചിട്ടിരിക്കല്ല, അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചരിത്രം പറയുന്നത് പോയി സർവ്വതും നശിപ്പിച്ചു കളയും. വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കും, മീനൊക്കെ അങ്ങനെ കഴിയുമെന്ന ചരിത്രങ്ങൾ പറയുന്നത്. അപ്പൊ ഇവരെല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തുരക്കും. എങ്ങനെ രക്ഷപ്പെടാൻ? പുറത്തിറങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ തുരങ്കമുണ്ടാക്കും, മാന്തി ഒക്കെ റെഡിയാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ തുരന്നുകൊണ്ടിരിക്കും. സൂര്യൻ അസ്തമിക്കാൻ സമയമാകുമ്പോൾ ഇവരുടെ കൂടെ ഉള്ള ഒരാൾ പറയും, ഇന്ന് പണി നിർത്ത്, ഇനി ബാക്കി നാളെ. അങ്ങനെ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാനിങ്ങനെ വളരെ എളുപ്പത്തിൽ പറയുന്നുണ്ടെങ്കിലും ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ഇവരുടെ മേൽനോട്ടം വഹിക്കുന്ന നേതാവ് പറയും, സൂര്യൻ അസ്തമിക്കാൻ സമയമാകുമ്പോൾ പറയും, ഇന്നത്തെ പണി കഴിഞ്ഞു, ഇനി നമുക്ക് ബാക്കി നാളെ പണിയാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകും.
അവിടെ നിന്ന് ആ മതിൽ പൊളിക്കുന്നതിൽ നിന്ന്, ആ തുരങ്കം പൊളിക്കുന്നതിൽ നിന്ന് ഇവരെല്ലാവരും വൈകുന്നേരമാകുമ്പോഴത്തേക്ക് തിരിച്ചു പോകും. പക്ഷെ രാവിലെ വന്ന് നോക്കുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ ആയിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ രാവിലെ വന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് പണി തുടങ്ങിയത് അതേ അവസ്ഥയിൽ തന്നെ എത്തി. വീണ്ടും തുറക്കും. വൈകുന്നേരമാകുമ്പോൾ ഇവരുടെ നേതാവ് പറയും, വാ പോയിട്ട് നമുക്ക് നാളെ വരാം. അങ്ങനെ പോകും. പിറ്റേ ദിവസം വരുമ്പോഴും ഇതേപോലെ തന്നെ. ഇങ്ങനെ വർഷങ്ങളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവർ പുറത്തിറങ്ങാത്ത. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അങ്ങനെ വർഷങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാ. ഇവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ മതിലിങ്ങനെ തുരതുകയാണ്. വൈകുന്നേരമാകുമ്പോ നേതാവ് പറയുന്നു, പണി നിർത്തിക്കോ, ഇനി നാളെ രാവിലെ തുടങ്ങാം, ഇനി നാളെ രാവിലെ തുടങ്ങാം. അല്ലാഹുവേ, രാവിലെ സുബ്ഹി ബാങ്ക് വിളിച്ചു കഴിയുമ്പോ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും ആ തുരങ്കമങ്ങ് ഒരുമിക്കുകയാണ്. ഇങ്ങനെ വർഷങ്ങളായി ലോകാവസാനത്തിന്റെ സമയം അടുക്കുന്നത് വരെ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെങ്ങനാ പുറത്തിറങ്ങുന്നതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാണ്, യജൂജും മഅജൂജും എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് പുറത്തിറങ്ങുന്നതെന്നറിയുമോ? പടച്ചവനെ, ഒരു ദിവസം അതാ ഇവരെല്ലാവരും തുരങ്കം ഇങ്ങനെ തോണ്ടുകയാണ്. അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി തോണ്ടുകയാണ്. പിറ്റേ ദിവസം അവരന്ന് പണി അവസാനിപ്പിച്ചു. അന്നവർ പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ വരുമ്പോ എല്ലാ ദിവസത്തിനേക്കാളും ഒരു വ്യത്യാസം കാണുകയാ. എല്ലാ ദിവസവും പണി അവസാനിപ്പിക്കും. നാളെ രാവിലെ വന്ന് നമുക്ക് ബാക്കി പണിയാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തുരങ്കത്തിന്റെ പണി നിർത്തിയിട്ട് പോയിട്ട് രാവിലെ വരുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിൽ പിന്നെ ഒന്നേന്ന് തുടങ്ങും. എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തിയിട്ട് പോകും. രാവിലെ തിരിച്ചു വരുമ്പോൾ എവിടെയാണോ പണി നിർത്തിയത് അതുപോലെ അവസ്ഥയിൽ അവശേഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ ഹദീസ്. എവിടെയാണോ പണി നിർത്തിയത്, സാധാ പെയിന്റ് ഇത്രയും നല്ല പൂശി ക്ലിയർ ആക്കി വെച്ചു, എന്നിട്ട് ഇങ്ങനെ തോണ്ടി 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 കുഴിയാക്കി, അപ്പോൾ ഇത്തിരി കൂടെ ഉണ്ട്, വാ നമുക്ക് നാളെ വരാം എന്ന് പറഞ്ഞു പോയിട്ട് രാവിലെ വരുമ്പോൾ വീണ്ടും തേച്ച് ക്ലിയർ ആക്കി വെച്ചിരിക്കാം. വീണ്ടും തോണ്ടും, വീണ്ടും പോകും, വീണ്ടും വരും. എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തിയിട്ട് പോയി രാവിലെ തിരിച്ചു വരുമ്പോൾ പണി നിർത്തിയതുപോലെ അന്ന് നേരെയായിട്ടില്ല. അതിൻ്റെ കാരണം എന്തെന്നറിയോ? അന്നത്തെ ദിവസം പണി നിർത്തിയിട്ട് പോകുന്ന സമയം ഇവരുടെ നേതാവ് പറയും, ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ വന്ന് പണിയാം, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞേ? ഇൻഷാ അല്ലാഹ്. ഖിയാമത്ത് നാൾ അടുക്കുന്നത് വരെ അത് പറയൂല. അതാ മനസ്സിലാക്കണ്ടേ. ഖിയാമത്ത് നാൾ അടുത്തു വരുന്നത് വരെ അങ്ങനെ പറയില്ല. പക്ഷെ ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ സമയം അടുക്കുമ്പോ ഇവരുടെ നേതാവ് പറയും, ഇന്നത്തെ പണി നിർത്തി, ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ വന്ന് പണിയാം. ആ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് അവർ പോകും. പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ പണി നിർത്തിയ സ്ഥലത്ത് അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെയാണ് അവർ തോണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെയാണ് ഇൻഷാ അല്ലാഹയുടെ പവർ. പഠിച്ചോ, അതാണ് ഇൻഷാ അല്ലാഹയുടെ പവർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ നിസാർ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എന്ന് പറയലല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതിലൂടെ അല്ലാഹുവിന്റെ സഹായം അവിടെ നിന്ന് വരികയാണ്. പടച്ച റബ്ബിന്റെ സഹായം അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ യജൂജും മഅജൂജും പിന്നെയും തുരന്നവർ പടച്ചവനെ അത് പൊളിച്ചിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എടുത്ത് നോക്ക്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, ഹിദർ നബി അലൈഹിസ്സലാം, ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണം പരിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. പ്രവാചകന്മാർ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഖുർആനിൽ എടുത്തു നോക്കിയ ഒരു മനോഹരമായ ചരിത്രം കാണാം. ആരുടെ ചരിത്രം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹിദർ നബി അലൈഹിസ്സലാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ഇവർ രണ്ടുപേരും ഒരു യാത്ര നടത്തി, ഒരു സംഭാഷണമുണ്ട്. ഖുർആൻ മനോഹരമായൊരു ചരിത്രമാണ്. മനോഹരമായ ചരിത്രം. സത്യം പറഞ്ഞാൽ അതൊക്കെ വായിച്ചു നോക്കേണ്ടത് എന്ത് ഇൻട്രസ്റ്റ് എന്നറിയോ? വളരെ മനോഹരമായ രീതിയിൽ മനസ്സുകളിൽ വല്ലാതെ കയറിപ്പറ്റുന്ന ചരിത്രങ്ങൾ ഖുർആനിലുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹ് സ്വാബിറൻ വലാ അഅസി ലക അംറ. മഹാനായ ഹിദർ നബി അലൈഹിസ്സലാം ഇങ്ങനെ യാത്ര പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകോ,
നിനക്ക് ക്ഷമയില്ല, എൻ്റെ കൂടെ വന്നാൽ ശരിയാവില്ല. കാരണം എന്തേ? പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള പ്രവാചകൻ ആരാ? ആരാപ്പാ പറ, ആരാ? ആരാ? ഈസാ നബിയോ? ഏത് നബിയോ? പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളാരാ? എല്ലാത്ത ആരോഗ്യവാനുമാണ്, വലിയ ദേഷ്യമാണ്. ആര്? മൂസാ നബി അലൈഹി സ്വലാം. ഒറ്റയടിക്ക് ഒരുത്തിനെ കൊന്നു കളഞ്ഞു. ബനു ഇസ്രായേൽപ്പെട്ട ഒരു പാവപ്പെട്ടവനെ ഇട്ട് തല്ലുന്നത് കണ്ടപ്പോൾ ഒരെണ്ണ കൊടുത്തുള്ളൂ, വീണപ്പോഴും ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു. ആ ദേഷ്യത്തിലടിച്ചു. എന്തിന്? തൗറാത്ത് എന്ന് പറയുന്ന കിതാബ്, നമ്മുടെ ഖുർആൻ പോലെ അള്ളാഹു കൊടുത്ത കിതാബാ തൗറാത്ത്. ഈ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ 40ഓളം ദിവസം നോമ്പ് പിടിച്ച് ഒറ്റയ്ക്കിരുന്നിട്ട് തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് അള്ളാഹുടെ കയ്യിൽ നിന്ന് കിതാബും വാങ്ങിച്ചിട്ട് വരുമ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ? പോകുമ്പോൾ തൻ്റെ കൂടപ്പുറപ്പിനെ പിടിച്ച് തൻ്റെ ജനങ്ങളെയൊക്കെ നോക്കിക്കൊള്ളണം, തൻ്റെ സമുദായത്തെ മുഴുവനും നോക്കണമെന്ന് പറഞ്ഞിട്ട് യഹിയാ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ട് പോവാ. പള്ളിയിൽ നിന്ന് പോകുമ്പോൾ മെയിൻ ഇമാം, അസിസ്റ്റന്റ് ഇമാമിനെ ഏൽപ്പിച്ചിട്ട് പോണ പോലെ അവിടെ നിന്ന് ഏൽപ്പിച്ചിട്ട് പോയി നോക്കിക്കൊള്ളണം, എല്ലാവരും നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്ന ആ രംഗം എന്തെന്നറിയോ? പശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാ കാണുന്നത്. കയ്യിലിരുന്ന കിതാബ് എടുത്ത് ഒറ്റ ഏറ്. ദേഷ്യം വന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന കിതാബ് താഴെ എറിഞ്ഞു, പൊട്ടിപ്പോയെന്ന്. യാ യഹ്യാ ഖുദിൽ കിതാബ് ഖുർആൻ പറയുന്നു. യഹ്യാ നബിയുടെ താടിയിൽ കയറിപ്പിച്ചെന്ന ഒരൊറ്റ പുടി. നിന്നോട് ഏൽപ്പിച്ചിട്ട് പോയിട്ട് എന്തായി കാണിക്കണേ? ഇത്രയും ദേഷ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ റൂഹ് പിടിക്കാൻ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നു. നേരെ വന്നിട്ട് കയറി അങ്ങ് പിടിച്ചു. വേദന സഹിക്കാൻ പറ്റാതെ ഒരൊറ്റ അടി അസ്രായീലിൻ്റെ കണ്ണ് പൊട്ടിപ്പോയി എന്ന് ചരിത്രം പറയാം. ഒരൊറ്റ അടി അടിച്ചു, അസ്രായീലിൻ്റെ കണ്ണ് പൊട്ടിപ്പോയി. അള്ളാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് പരാതി പറഞ്ഞു. അന്ന് മുതലാ നിയമമാക്കിയത്, പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കാൻ പോയ അനുവാദം ചോദിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചരിത്രം പറയുന്ന അന്ന് മുതലാണ് നിയമം വന്നത്. പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കാൻ പോയി എന്ത് ചെയ്യണം? അനുവാദം. അതുകൊണ്ടാ മഹാനായി നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്തിനാ അസ്രായീലെ വന്നത്? അള്ളാഹു പറഞ്ഞു വിട്ടതാണ്. എന്ത്? റൂഹ് പിടിക്കാൻ പറഞ്ഞു വിട്ടതാ. അനുവാദം തന്നാൽ പിടിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ രോഗസന്ദർശനം നടത്തിയിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. നമ്മളോട് ചോദിക്കോ? സിറാജ വന്നതാ, പിടിക്കട്ടെ എന്ന് ചോദിക്കോ? എവിടെ പിടിച്ചിട്ട് പോയിട്ടുണ്ടാകും. അപ്പോഴേ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയോട് യഹിയ അവിടെ നിന്ന് ഹിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിനക്ക് ക്ഷമ കുറവ്, എൻ്റെ കൂടെ വന്നാൽ പറ്റത്തില്ല. ഇല്ല, ഞാൻ ക്ഷമിച്ചു കൂടെ ഇരുന്നോളാം, ഞാൻ സമാധാനത്തോടു കൂടി ഇരുന്നോളാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അസീ ലക അംറാ. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമയുള്ളവനായി താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. ഞാൻ താങ്കളുടെ ഒരു കൽപ്പനയ്ക്കും എതിർ പ്രവർത്തിക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ ക്ഷമയുള്ളവനാ, ഞാൻ അങ്ങ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും എതിര് പ്രവർത്തിക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്, രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിക്കാം, ഇങ്ങനെ നടന്നു പോകുന്നു. പടച്ചവനെ ഒരു കുഞ്ഞിനെ കണ്ടു കളിച്ചുകൊണ്ടിരിക്കുക, പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ഹിദർ നബി അലൈഹി സ്വലാം ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ മൂസാ നബിക്ക് പടച്ചവന്റെ കണ്ടിട്ട് സഹിക്കണം, നിങ്ങൾ എന്ത് പണിയാ കാണിച്ച് ചോദിച്ചോളാം. ഒറ്റ ചോദ്യം, ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളഞ്ഞല്ലോ. പെട്ടെന്ന് വൈലന്റായി. ഹിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതല്ലേ, എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റൂല. ഇല്ല ഇല്ല, ഒന്നുമില്ല അവിടെ നിന്ന് പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞില്ല. രണ്ടാമതൊരു നാട്ടിൽ പോയി. ഒരു നാട്ടിൽ പോയപ്പോൾ പച്ചവെള്ളം പോലും ഒരു മനുഷ്യൻ കൊടുക്കണില്ല, ഒരാളും സഹായിക്കുന്നില്ല. രണ്ടുപേരെ കണ്ടിട്ട് ഒരു പരിചയമോ ഒരാളും കുടിക്കാനുള്ള വെള്ളം പോലും കൊടുക്കണില്ല. അങ്ങനെ ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുമ്പോഴാ ഒരു മതിലിടിഞ്ഞു വീഴാൻ പോകുന്നത്. ഹിദർ നബി അലൈഹി സ്വലാം ഓടി ചെന്നിട്ട് മതിൽ പിടിച്ചിട്ട് നേരെയാക്കി കൊടുക്കുക. മൂസാ നബി ചോദിച്ച്, പച്ചവെള്ളം പോലും തരാത്ത ഇവരുടെ ഈ മതിൽ നേരെയാക്കാൻ നടക്കുക. അപ്പോഴും ചോദിച്ചു, അല്ലേ, വല്ലാത്ത ചോദ്യം. ഇപ്പോഴാ ചോദിക്കണേ, ഈ മതിൽ പിടിച്ച് നേരെയാക്കുന്നു, എന്തായി കാണിക്കണത്? അവിടെ നിന്ന് ചോദിച്ചു. അപ്പോഴും ഹിദർ നബി പറഞ്ഞു, നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നിനക്ക് ക്ഷമ കുറവാ, എൻ്റെ കൂടെയുള്ള യാത്ര ശരിയാവൂല. ഇനി നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തീരും നമ്മുടെ യാത്ര. ഇനി എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, കപ്പലിനകത്ത് കയറി, ബോട്ടിനകത്ത് കയറിയപ്പോൾ വെള്ളത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ എന്ത് ചെയ്യുക? ബോട്ടിൻ്റെ പലകകളൊക്കെ ഇളക്കിയിട്ട് കളയുക. കടലിൽ കൂടെ പോണ ബോട്ടിൻ്റെ പലകയിളക്കി എങ്ങനെ ഇരിക്കും? പടച്ചവനെ, മൂസാ നബി അപ്പോഴും വൈലൻ്റായി. അപ്പോഴും പറഞ്ഞു, തീർന്നു, ഇനി നമ്മൾ യാത്രയില്ല, തീർന്നു യാത്ര, ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള യാത്രയില്ല. എന്നിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കുട്ടിയുടെ കുന്നുകളയാനുള്ള കാരണമെന്താ? ആ മതിൽ നേരെയാക്കാനുള്ള കാരണമെന്താ? ഈ ബോട്ട് ഇളക്കി നശിപ്പിക്കാനുള്ള കാരണമെന്താ? ഇത് 3 പറഞ്ഞു കൊടുത്തു. എന്നിട്ട് യാത്ര അവസാനിപ്പിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് വലിയ ചരിത്രമാണ്. അത് പിന്നീട് ഒരു സമയം നമുക്ക് പഠിക്കാം. എന്തായിരുന്നു? വെറുതെ പറഞ്ഞു കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആ 3 കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ അതിൻ്റെ പറഞ്ഞു തരണോ? ഇപ്പോൾ ഉറക്കം വരാതിരിക്കണ്ട, തീരാറായി ഇൻഷാ അല്ലാഹ്.
അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ ഈ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഈ കുഞ്ഞു വളർന്നു വന്നാൽ ഇവരുടെ മാതാപിതാക്കളെ തന്നെ കൊല്ലും. ഈ കുട്ടി എപ്പോഴേ കൊന്നില്ലെങ്കിൽ, ഈ കുട്ടി ഇപ്പൊ നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ, ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ തന്നെ എതിരായി കൊല്ലുന്നൊരവസ്ഥ, അവർക്ക് തന്നെ വലിയ ശാപമാകുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് അവനെ നശിപ്പിച്ച് കളഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, എന്തുകൊണ്ടാണ് വീഴാൻ പോയ മതിൽ നേരെയാക്കിയത്? അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ഒരു സ്വാലിഹായൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ആ മതിലിനടിയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്, തൻ്റെ മക്കൾക്ക് കിട്ടാൻ. യതീമായ മക്കൾക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി അതിനടിയിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മതിലിളകി വീണ അത് നാട്ടുകാർ കാണും, യതീമിൻ്റെ കയ്യിൽ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കി വെച്ചത്. കപ്പലിനകത്ത് നിന്ന് പലകയെടുത്ത് കളയാൻ കാരണം, അപ്പുറത്ത് ശത്രുക്കളായ ഒരു രാജാവ് നിൽക്കുന്നുണ്ട്. നല്ല കപ്പൽ കണ്ടാൽ ആ കപ്പൽ പിടിക്കും, അതിനകത്തുള്ളവരെയൊക്കെ കൊന്നുകളയും. അപ്പം നല്ല കപ്പലുകൾ നോക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കപ്പൽ ഒരു പോരായ്മയുള്ള കപ്പലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇളക്കി കളഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, യാത്ര തിരിഞ്ഞ് രണ്ടുപേരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, എന്ത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹ്. മൂസാ നബി ഇൻഷാ അല്ലാഹ് പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം വിവാഹിതനാകുന്ന അവസരമുണ്ടല്ലോ, അദ്ദേഹം വിവാഹം ചെയ്യുന്ന സ്ത്രീയുടെ പിതാവ് അദ്ദേഹത്തോട് പറയുകയാ, നമുക്ക് ചരിത്രമറിയാം, ഫിറഔനിന്റെ നാട്ടിലല്ലേ മൂസാ നബി കഴിഞ്ഞിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനെ അവിടുന്നതാ തന്റെ ഗോത്രക്കാരനായ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു പാവപ്പെട്ടവൻ അവിടെ നിന്ന് തല്ലിച്ചതയ്ക്കുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഒരടി വെച്ചു കൊടുത്തു. ഒരു മനുഷ്യനങ്ങ് വീട് മരിക്കുകയാണ്. അവസാനം മൂസാ നബി നാട് വിടുകയാ. മൂസാ നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, മൂസാ, നിന്നെ പിടിക്കാൻ ഫിറഔനിന്റെ പട്ടാളക്കാര് വരുന്നുണ്ട്. ഇട്ടിരുന്ന വസ്ത്രത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ഓടുകയാണ്. ജോർദാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈജിപ്തിലൊക്കെ പോകുമ്പോ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് യാത്ര ചെയ്തു. അവസാനം ചരിത്രം അറിയുമല്ലോ, അല്ലാഹുവേ, ഒരു മരത്തിൽ ചാരിയിരുന്നിട്ട് മൂസാ നബി ദുആ ചെയ്യുന്നു, അല്ലാഹ്, എനിക്കാരുമില്ല അല്ലാഹ്, നീയല്ലാതെ ആരുമില്ല പടച്ചവന്, പരിചയമില്ലാത്ത നാടാണല്ലോ, നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചരിത്രം അറിയുമല്ലോ, രണ്ട് പെൺകുട്ടികൾ വെള്ളം കോരാ നിൽക്കുന്നു, അവരെ സഹായിക്കുന്നു. സഹായിച്ചതിന് ശേഷമാണ് ദുആ ചെയ്തത്. അത് കഴിഞ്ഞ പെൺകുട്ടികൾ വന്നിട്ട്, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, നിങ്ങൾക്ക് പ്രതിഫലം തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുപോയ ചരിത്രം അറിയുമല്ലോ. ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതൈ ഹാതൈൻ അലാ അൻ തഅജുറനി സമാനിയ ഹിജജ് ഫഇൻ അതംത അശറൻ ഫമിൻ ഇൻദിക വമാ ഉരീദു അൻ അശുഖ അലൈക സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ. മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞരംഗം പറയുകയാണ്. ആരായിരുന്നു മൂസാ നബി വെള്ളം കോരാ സഹായിച്ച പെൺകുട്ടികളുടെ വാപ്പയാരാ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബി അലൈഹിസ്സലാം പടച്ചവൻ അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. ആ ശുഐബ് നബി പറയുകയാണ്, നീ 8 വർഷം എനിക്ക് കൂലിവേല ചെയ്യണം എന്ന വ്യവസ്ഥയിൽ എന്റെ 2 പെൺമക്കളിൽ നിന്ന് ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, 8 കൊല്ലം നീ ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ എന്റെ 2 പെൺമക്കളിൽ ഒരാളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ഇനി 10 വർഷം നീ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം. 8 എന്നുള്ളത് 10 വർഷം നിൽക്കുവാണെങ്കിൽ അൽഹംദുലില്ലാ, അത് നിന്റെ ഇഷ്ടം. നിനക്ക് പ്രയാസമുണ്ടാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നല്ല നിലയിൽ വർത്തിക്കുവാൻ നിനക്കുണ്ട്. ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. 8 വർഷം നിൽക്കണം, ഇല്ല ഇനി 10 ആണെങ്കിൽ 10, നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിൽക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുഐബ് നബി അലൈഹിസ്സലാം ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞതിന് തെളിവ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം എടുത്തു നോക്ക്. 10-13 വയസ്സുണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്. അല്ലാഹുവേ, അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട പിതാവ് കടന്നു വരുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ, ഭാര്യ
ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും മക്കത്ത് കൊണ്ടുവന്ന് 2 മലകൾക്ക് നടുവില് കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. പ്രസവിച്ച് കിടന്ന ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. വർഷങ്ങൾ കഴിഞ്ഞു, മകനോട് സ്നേഹമുണ്ടായി. അങ്ങനെ മകനെ കാണാമെന്നോ, മകനെ കണ്ടപ്പോ വലിയ സ്നേഹമായി. എവിടെയും വാപ്പയും മകനും ഒരുമിച്ചാ. വാപ്പയ്ക്ക് തന്റെ മകനോട് സ്നേഹം കൂടിയപ്പോ അല്ലാഹു ഒന്ന് ടെസ്റ്റ് ചെയ്തു. എന്നോടാണോ സ്നേഹം, മകനോടാണോ സ്നേഹം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സ്വപ്നം കാണുകയാണ്. അങ്ങനെ തന്റെ പൊന്നുമകനെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ 10-13 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള പൊന്നാര മകന്റെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് ഇബ്രാഹിം നബി പറഞ്ഞ വാർത്ത എന്തെന്നറിയുമോ? ഫലമ്മാ ബലഗ മഅഉസൈ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 13 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ, ഇബ്രാഹിം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഖലീലായ പ്രവാചകന് വന്നിട്ട് പറയുന്നു, മോനെ നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. വാപ്പ സ്വപ്നം കാണുന്നു മോനെ, വാപ്പ സ്വപ്നം കാണുന്നു മോനെ. ആ സമയത്ത് മകൻ പറഞ്ഞ മറുപടിയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖാലയാ അവിടെന്ന് പറയുന്നു, ഖാല യാ അബത്തി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. ഇസ്മായിൽ എന്ന് പറയുന്ന 13 വയസ്സുകാരൻ അവിടെന്ന് പറയുന്നു, വാപ്പാ വാപ്പാ, അല്ലാഹു എന്താണോ പറയുന്നത്, അല്ലാഹു എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് താങ്കൾ ചെയ്തു കൊള്ളുക. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ശമാശീലരുടെ കൂട്ടത്തിൽ താങ്കളെ അല്ലാഹു കണ്ടെത്തുന്നതാണ്. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ്, അവിടെന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഖുർആൻ പറയുന്ന 4 മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. നമുക്കറിയാം യൂസുഫ് നബിയുടെ ചരിത്രം അറിയാം. ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരുന്ന സമയത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പ്രവാചകനാ യൂസുഫ് നബി അലൈഹിസ്സലാം. അവിടുന്ന് ജയിലിൽ പോയി അടിമയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി. അങ്ങനെ തൻ്റെ വാപ്പയും ഉമ്മയും തൻ്റെ മാതാപിതാക്കൾ ഈജിപ്തിൻ്റെ രാജാവായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വരിക. യൂസുഫ് നബിയെ കാണാൻ വരുമ്പോ അവിടെ നിന്ന് പറയുന്നു, ഫലമ്മാ ദഖലു അലാ യൂസുഫ അവാ ഇലൈഹി അബവൈഹി വഖാല ദഖുലൂ മിസ്റ ഇൻഷാ അല്ലാഹു ആമിനീൻ. തന്റെ വാപ്പയായ യഅഖൂബ് നബി അലൈഹിസ്സലാമും തന്റെ പ്രിയപ്പെട്ട ഉമ്മയും അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണുന്നതിന് വേണ്ടി മിസ്ർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ എന്തോ പറഞ്ഞു, അല്ലാഹു ഇൻഷാ അല്ലാഹ്, നിർഭയത്വത്തോടു കൂടി നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ. യൂസുഫ് നബിയും പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ന് സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളുണ്ട്. ഇത് പ്രവാചകന്മാർ പറഞ്ഞതാ ഞാൻ പറഞ്ഞത്, ഇത് പ്രവാചകന്മാർ പറഞ്ഞത്. ഇനി ഖുർആൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു പശുവിനെ അറുക്കുന്നതിന് വേണ്ടി അല്ലാഹു കൽപ്പിക്കുന്നതായി മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയെ അറിയിച്ചപ്പോൾ അവരുടെ മറുപടിയും ഇപ്രകാരമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞു, ഒരു പശുവിനെ അറുത്തു കൊടുക്കണം. വലിയൊരു കഥയാ, വലിയ അതാ, അതിനകത്ത് പഠിക്കേണ്ട ചില പാഠങ്ങളുമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ചെറിയ പോരായ്മകൾ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, പ്രായചിത്തമായിട്ട് ഒരു പശുവിനെ അറുത്തു കൊടുക്കണം. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഒരു പശുവിനെ അറുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു പശുവിനെ അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. ഒരു പശുവിനെ അറുത്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. ഇവർ ചോദിച്ചു, മൂസ അല്ലാഹയോട് ചോദിക്കാൻ എങ്ങനത്തെ പശുവിനെ അറക്കണ്ടേ ചോദിക്കാൻ പാടുണ്ടോ? ഇവിടെ പറഞ്ഞാൽ ചെയ്തോണം, കൂടുതൽ ചോദ്യം പാടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞു? മൂസാ നബിയോട് ചോദിച്ചു, അല്ലാഹയോട് ചോദിക്കാൻ ഏത് പശുവിനെ, എങ്ങനെയുള്ള പശുവിനെ അറക്കണം. അപ്പൊ പിന്നെ അല്ലാഹ് എന്താ പണി കൊടുത്തു? ലോകത്ത് കിട്ടാത്ത ഒരു പശുവിന്റെ അടയാളം പറഞ്ഞു കൊടുത്തു. ലോകത്ത് കിട്ടാത്ത ഒരു പശുവിന്റെ അടയാളം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പശുവിനെ തെരഞ്ഞ് അവസാനം ഒരു പശുവിനെ കിട്ടി. പടച്ചവനെ, അതിൻ്റെ തോല്, അതിൻ്റെ തൂക്കത്തിനനുസരിച്ച് സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അവസാനം വാങ്ങിയത്. അപ്പൊ ഈ ചരിത്രം പറയുന്നത്, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം,
കൂടുതൽ ചോദിക്കാൻ നിന്നാ പണി കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതാണ് കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. അപ്പം തിന്നാ പോരെ അങ്ങനെ എന്താ അപ്പം തിന്നാ പോരെ? ചുമ്മാതെ പറഞ്ഞതല്ല ആൾക്കാർ. അല്ല ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം. എടാ അല്ല പറഞ്ഞു പോയി കിടക്കടാ മിനായി. എന്തിനാ അല്ല അവിടെ പോയി കിടക്കുന്നത്? ചോദിക്കാൻ പാടുണ്ടോ? നീ പോയി കിടക്ക്. സഫായി പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം, മിനായി പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം, മുസ്തലിഫയിൽ പോയി കിടക്കട, കല്ല് പറക്കണം എന്ന് പറഞ്ഞാൽ പറക്കണം. തന്നെ എന്തിനെന്നുള്ള ചോദ്യം വേണ്ട. ഞാൻ പറയും, ഞാൻ യജമാനൻ, നീ എൻ്റെ അടിമ, മര്യാദയ്ക്കനുസരിച്ച് കൊള്ളണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോയിട്ട് തന്റെ സമുദായത്തോട് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു, അവരെ പറഞ്ഞ മറുപടി എന്താണ്? ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ وإنا إن شاء الله لمهتدون. അവരും പറഞ്ഞു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പറഞ്ഞ് ഞങ്ങൾ ചെയ്തു കൊള്ളാം. അപ്പൊ അവരും ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.